ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടത് തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് തമ്പനയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. എന്ത് തമ്പനയിൽ? തീരെ തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളവർക്കുള്ള ഒരു വീഡിയോസ് ആണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു നിങ്ങളുടെ സൈസ് എടുക്കുക, അതിലേക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചേർക്കുക, ഫോട്ടോസ് ഇടുക, എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതിയിടുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് തമ്പനയിൽ ഉണ്ടാക്കാൻ ചെറുതായിട്ടെങ്കിലും അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ വീഡിയോസ് കാണണമെന്നില്ല. ഇത് തീരെ തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഒരു ചെറിയ ഒരു മെത്തേഡ്, ഒരു ഐഡിയാസ് ആണ് ഈ പറയുന്നത്. ഇത് രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ ടെക്സ്റ്റ് എഴുതുക എന്നുള്ളത് ഒന്ന്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത്, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ രസകരമായിട്ടുള്ള ഒരു തമ്പനയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. തീരെ തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. ഒരിക്കലും ഒരു നിലക്കും യൂട്യൂബ് തമ്പനയിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. വളരെ വളരെ ഈസിയാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ അൾട്ടിമേറ്റ് തമ്പനയിൽ എന്നത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടെ ഞെക്കിയിട്ട് നമ്മൾ നേരെ യൂട്യൂബിൻ്റെ സൈസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ യൂട്യൂബിൻ്റെ സൈസ് എടുക്കുന്നു, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ അതിൽ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇമേജിൽ നിന്നൊക്കെ അടിച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്യുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഞാൻ ഒന്നും കൂടെ പുറകിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പുറകിൽ വന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരുപാട് തമ്പനയിലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇഷ്ടം പോലെ. ഇപ്പോൾ ഇതിൽ ഫുഡിൻ്റെ ഒരു തമ്പനയിൽ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഓൾറെഡി ഫുഡിൻ്റെ ഒരു തമ്പനയിലാണ്. ഇവിടെ ഒരു പണിയുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം നിങ്ങൾക്ക് ഇതിനാണ്ട് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു തമ്പനയിൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ തമ്പനയിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത്, ഓക്കെ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഞെക്കി ഒരു പരസ്യം നിങ്ങൾ നിർബന്ധമായും കുറച്ച് ഭാഗം കാണേണ്ടി വരും. ഇത് ഇവിടെ ഒരു പണിയില്ല എന്നുള്ളതാണ്. ഈ ആളെ നിങ്ങൾക്ക് ഒഴിവാക്കണോ, ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒഴിവാക്കണം. ഈ വ്യക്തിയുടെ മുകളിൽ ഒന്ന് ഞെക്കി കൊടുത്താൽ ഡിലീറ്റ് എന്നൊരു ബട്ടൺ കാണാം. ഓക്കെ, അവിടെ നിങ്ങളുടെ ഫോട്ടോ വെക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇവിടുന്ന് ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഞാനിവിടെ എടുക്കുന്നു. ഒരു ഫോട്ടോ, ഇതിനേക്ക് യോജിച്ച ഫോട്ടോ ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു ഫോട്ടോസ് ഞാൻ എടുക്കുന്നു. അയാളൊരു സുന്ദര കുട്ടപ്പനായിരുന്നു. ഞാൻ അത്രയല്ല, സുന്ദരനേ അല്ല അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. തമ്പനയിൽ റെഡി. അപ്പം നിങ്ങൾ ചോദിക്കുക, എഴുതിയത് എന്ത് ചെയ്യുന്നത്? എഴുതിയുമ്പോഴും തൊടുക, ഒഴിവാക്കിക്കോളൂ. എഴുതിയത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓരോന്ന് എഴുതിയത് ഒഴിവാക്കാം കേട്ടോ. ഞാനിതാ എഴുതിയതെല്ലാം ഒഴിവാക്കി. ഡിലീറ്റ്, അതിൻ്റെ ബട്ടൺ എടുത്ത് ഡിലീറ്റ് എന്നുള്ള ബട്ടൺമേ ഞെക്കുക, അത് ഒഴിവാകും. ഓക്കെ, ഒഴിവായി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയിടാം. ഇനി സബ്സ്ക്രൈബ് ബട്ടണും വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ വെറുതെ ഇട്ടു, കാരണം ഇവിടെ കിടന്നോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാനല്ല. ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? എന്ത് വേണമെങ്കിലും എഴുതിയിടാം. 2-3 കളറായിട്ടൊക്കെ എഴുതിയിടാം. ഞാൻ വെറുതെ നിങ്ങൾക്കും ഉണ്ടാക്കാം തമ്പനയിൽ എന്നതാണ് ഞാൻ എഴുതണ്ട. നിങ്ങൾക്കും ഒരു യൂട്യൂബർ ആകാം, ഇതാണ് ഞാൻ ഇടുന്ന സംഭവം. ഓക്കെ, കറക്റ്റായിട്ട് ഞാനിത് അതിട്ടു. അതിൻ്റെ കളർ ഞാൻ ചുവപ്പ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കും ഒരു യൂട്യൂബർ ആകാം. ഇനി ഞാൻ വേറെ ഒന്നും കൂടെ എഴുതാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ, വളരെ ഈസിയാണ്. അതും ഞാൻ എഴുതി, അതിവിടെ ഇട്ടു. അത് ഞാൻ ബ്ലാക്കിൽ തന്നെ കൊടുത്തു. എന്നിട്ട് അതിന് ഞാനൊരു ബ്ലാക്ക് തന്നെ, ബ്ലാക്ക് മതി, റെഡ് വേണ്ട, ബ്ലാക്ക് കളർ. ഓക്കെ, ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ ഒരു പണി. ഒരു തമ്പനയിൽ ഉണ്ടാക്കുക എത്ര ഈസി ആയിട്ട് ഞാനൊരു തമ്പനയിൽ ഉണ്ടാക്കിയത്. സേവ് ചെയ്യുക. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഈ തമ്പനയിൽ ചെയ്യേണ്ടത്. എന്തെന്ന് വെച്ചാൽ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതിയിടുക. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഉണ്ടാക്കി വെച്ച തമ്പനയിൽ നിന്നും ആവശ്യമില്ലാത്തത് ഓരോന്നോരോന്ന് ഒഴിവാക്കുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് അവിടെ വെക്കുകയും അതേ ലെറ്റർ അതേ കളറിൽ തന്നെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ലെറ്റർ ആണെങ്കിൽ എന്തെങ്കിലും ലെറ്റർ അവിടെ എഴുതി ഇടുകയും ചെയ്ത് സേവ് ചെയ്യുമ്പോൾ ഈ തമ്പനയിൽ റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഈസിയാണ്.
അപ്പൊ പ്രിയപ്പെട്ടവരെ, തമ്പനയിൽ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ തമ്പനയിൽ പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ ഒരു ക്ലാസ്സിൽ ചേർന്നാൽ അതിലെല്ലാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കാം, എങ്ങനെയാണ് യൂട്യൂബിന്റെ റൂൾസുകൾ, എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള എല്ലാം കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പലരെയും കണ്ടപ്പോൾ തീരെ തമ്പനയിൽ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നവരും കുറച്ച് ഏജ് ഓവർ ആയവർക്കൊക്കെ ഒരു പക്ഷെ തീരെ തമ്പനയിൽ എന്നൊക്കെ പറയുമ്പോൾ അവർ മേലോട്ട് നോക്കുന്നുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, കിഡിലൻ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.